ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നയന ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ചന്ദ്രേട്ടനും അയാളുടെ കൂട്ടാളികളും വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രൻ കനകയെയും അതേപോലെ ഗോവിന്ദനെയും വർത്താനം പറയുന്നതൊക്കെ കേൾക്കുകയാണ് നയന. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഇപ്പം ഞാനെനിക്ക് പൈസ തരാമെന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് പൈസയില്ല, മുതലില്ല, കനകയായിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല, ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടാണ് പൈസയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് തന്നെ കനകയോടും ഗോവിന്ദനോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നയനയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. അപ്പം നയന ആലോചിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയൊന്നും എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും വരില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തിലാണ് നയന നിൽക്കുന്നത്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ അവളങ്ങനെ വിഷമത്തിൽ വരുന്നത് കാണുകയാണ് അനി. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ ഏട്ടത്തിയെന്ന്. അപ്പോൾ ഇങ്ങനെ നയന അങ്ങനെ വിഷമം പറയുന്നുണ്ട്, ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു ആശ്വാസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. ഞാനങ്ങനെ ജോലിക്കൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോയിരുന്നത്. ഇപ്പോൾ എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് വളരെയധികം സങ്കടമാണെന്നൊക്കെ അനിയോട് വിഷമം പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഏട്ടത്തി കാര്യം എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമല്ലാതെ തന്നെ ഇങ്ങനത്തെ വിഷമങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അത് സംഭവമൊക്കെ കുറച്ച് മനസ്സിലായി. കാരണം ഫിനാൻഷ്യലി ഒരു വീട്ടുകാർ കുറച്ച് ബാക്കിലാണെന്നുള്ളൊരു കാര്യം അവൻ അറിയാവുന്നത് കൊണ്ട് അനി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളെല്ലാം കൂടി മേടിച്ചിട്ട് നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇറക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആദ്യം വരുന്നത് കനകയാണ്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോനെ ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി കനകയോട് പറയുന്നുണ്ട്, ഞാൻ വരുന്ന വഴിയിൽ നല്ല ചുളിവിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടി, പൈസ കുറവിന്, അപ്പം ഞാനിങ്ങോട്ട് വരല്ലേ എന്ന് വിചാരിച്ച് ഞാനിത് മേടിച്ചുകൊണ്ട് വന്നെന്ന് പറയുകയാണ്. അപ്പോൾ കനകയ്ക്ക് വളരെയധികം സന്തോഷം വന്നിട്ട് പറയും, വേണ്ടായിരുന്നു മോനെ, ഇതൊന്നും വേണ്ടായിരുന്നു, ഇവിടെ അങ്ങനെയൊന്നും ഒരു കുറവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നാലും സാരില്ല, ഞാൻ അങ്ങനെ പൈസ കുറവിന് വാങ്ങിച്ചല്ലേ, എൻ്റെ വീട്ടിലേക്ക് ഇതിനൊന്നും ആവശ്യമില്ല, അപ്പോൾ പിന്നെ എനിക്കിതും ഒരു വീട് പോലെ തന്നെ അല്ലേ, അതുകൊണ്ട് ഞാൻ മേടിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് അവിടേക്ക് വരുന്നത് നന്ദുവും ഗോവിന്ദനുമാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നന്ദുവിന് വളരെയധികം ദേഷ്യം വരികയാണ്. അങ്ങനെ നേരെ തന്നെ വന്നിട്ട് അനിയോട് ചൂടാവുകയാണ്, എന്താണ് നീ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ടെൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ പൈസ കുറവിന് ഇങ്ങനെ സാധനം കിട്ടുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വല്ല പഴങ്ങളോ അല്ലെങ്കിൽ വല്ല സ്വീറ്റ്സോ അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട്, അല്ലാണ്ട് വീട്ടിലേക്ക് വേണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണോ മേടിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചിട്ട് അനിയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. നീ ഇപ്പം ഞങ്ങളെ ദാരിദ്ര്യത്തെ പുച്ഛിക്കണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ ഒരവസ്ഥ ഞങ്ങൾക്കറിയാം, അപ്പം നീ അതിലേക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നത് ഞങ്ങൾ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട, ഞങ്ങൾക്ക് ഭിക്ഷ തരുന്ന പോലെ ഒന്നും ഇങ്ങനെ കൊണ്ടുവന്ന് തരരുതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനിയുടെ അടുത്ത്. അപ്പോൾ അനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഇതായി, ഇത് കാണുമ്പോൾ അവൾ വളരെയധികം സന്തോഷമാവുമെന്ന് വിചാരിച്ച സ്ഥിതിക്ക് നേരെ തിരിച്ചാണ് നടന്നിരിക്കുന്നത്. അപ്പം നന്ദു ആണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ ഇതെന്തോ അപമാനിക്കപ്പെട്ട രീതിയിലൊക്കെയാണ് തോന്നുന്നത്, ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പം നല്ല ഇത് തന്നെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ബ്രോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വാങ്ങിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, മോനെ അവൾ പറയുന്നൊന്നും മോൻ കാര്യമൊക്കെ നിൽക്കൊന്നും വേണ്ട, അവൾ ആ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതാവും, മോനൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അതിനുശേഷം ഗോവിന്ദനും കനകയും കൂടി സംസാരിക്കണം, നീ എന്താണ് അവനോട് സംസാരിച്ചത്, നീ എന്താ ആലോചിക്കുന്നത്, ഈ ഒരു പയ്യനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടവരായിരുന്നു, അവനെയാണ് നീ ഇപ്പോൾ ആട്ടിപ്പായച്ചത്, ഇതിപ്പോൾ നമുക്ക് ചിലപ്പം നയന മോള് കൊടുത്തു വിട്ടതാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇത് കൊണ്ടുവന്ന് തരായിരുന്നില്ലേ, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നത്, നമുക്ക് ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളറിഞ്ഞാൽ പോരെ, ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നത് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ ഒരാളിങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഗോവിന്ദനും നമ്മുടെ നന്ദുവിനെ ഉപദേശിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ വീട്ടിലിങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ, എന്നെക്കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്താ ചെയ്യുക, ഇപ്പോൾ ഇങ്ങനെ കടങ്ങൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഇങ്ങനെ ആലോചിക്കുന്നത് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് വീട്ടു ജോലിക്കാർ വന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാനായിട്ട് പൈസ വേണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നയനയുടെ അടുത്ത് പറയുകയാണ്, ആ ഡ്രോയറിൽ ഇരിക്കുന്ന പൈസയിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയന പോയിട്ട് അലമാരിയിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുവരാണ്. അങ്ങനെ ആദർശിനെ കൊണ്ടുവന്ന് ഇട്ടുമ്പോൾ പറയുന്നുണ്ട്, നീ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വേലക്കാരിക്ക് കൊടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മക്കളുടെ ഫീസൊക്കെ അടച്ചിരുന്നത് നമ്മുടെ ആദർശേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്, നയനോടും നന്ദി പറയുന്നുണ്ട്.
അപ്പോൾ അവൾ ഇങ്ങനെ പിന്നീടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാനിങ്ങനെ വേലക്കാരിയുടെ മക്കൾക്ക് പൈസ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇതൊരു വലിയൊരു കാര്യമല്ലേ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞത്, അത് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആകുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്, അതിന് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് പിന്നെ എന്ത് പറ്റി, നിൻ്റെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോ, നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഇത് പറയണം എന്നുണ്ട്, പക്ഷേ നമ്മളത് പറയുന്നുമില്ല നമ്മുടെ നയന. അപ്പോൾ അതിന് ശേഷം അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് പോയിട്ട് കുറച്ച് ബില്ലൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദർശിന് ഇൻഹേലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ കൊണ്ടുവന്ന് ആദർശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചിട്ട് വലിയ സത്യസന്ധ ആവാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അങ്ങനെയൊന്നല്ല, ഞാനിപ്പോൾ മേടിച്ചതിന് ഇത്ര പൈസ ചിലവായെന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞത്, അത് ഇവിടുത്തെ സ്വഭാവമല്ല, ഞാൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വീട്ടിലെല്ലാവരോടും പറയാറുണ്ട്, അനാവശ്യമായിട്ട് പൈസ ചിലവാക്കാറില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ആ പൈസ തന്നിരിക്കുന്നത് നിനക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിൻ്റെ കണക്കൊന്നും എന്നെ കാണിക്കേണ്ട കാര്യമില്ല, നീ നല്ല രീതിയിൽ തന്നെ പൈസ നോക്കിയും കണ്ട് ചിലവാക്കും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ പൈസ തന്നേന്നുള്ള കാര്യം ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നിനക്ക് അതിന് പൈസ എടുക്കാം, അതിന് യാതൊരു മടി നീ വിചാരിക്കേണ്ട, ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഇതേപോലെ ബില്ലൊന്നും കൊണ്ടുവന്നിട്ട് ഇനി എന്നെ കൊണ്ടുവന്ന് കാണിക്കേണ്ട എന്നുള്ളൊരു കാര്യം ആദർശ് നയനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആഗ്രഹമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾക്കൊരു മോഡലാവണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബിയോട് പറയുന്നുണ്ട്, അബി എനിക്ക് ഈ വീട്ടിൽ ഇനി ഇത്തിരി കുറച്ച് വില വേണമെന്നുണ്ടെങ്കിൽ നീ എനിക്കൊരു മോഡലിങ്ങിൻ്റെ ഒരു ആഡ് പിടിച്ച് തായോ, അപ്പോൾ ഞാൻ അതിൽ അഭിനയിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു സൗന്ദര്യം, എൻ്റെ ഈ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും താല്പര്യമായിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കുറച്ച് വില ഉണ്ടാവുള്ളൂ ഈ വീട്ടിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ആഡൊക്കെ പിടിച്ച് തരാം, പക്ഷേ ഞാനാണ് ഈ ആഡ് പിടിച്ചതെന്നുള്ളൊരു കാര്യം നീ ആരോടും പറയരുതെന്ന് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ ഒരു ആഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് മുഴുവൻ തെളിയിച്ചിട്ട് പിന്നെ ആഡുകളൊക്കെ എനിക്ക് കിട്ടിക്കോളും എന്നുള്ളൊരു കാര്യം അബിയോട് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു ആഡ് പിടിച്ചു തരാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അബി മനസ്സിൽ വിചാരിക്കുന്നത്, ഈ ഒരു ആഡിൽ നവ്യ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഞാനും എൻ്റെ അമ്മയും കൂടി നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് അബി അവിടെ നിൽക്കുന്നത്. അതിനാണ് ഈ മോഡലിങ്ങിന് വേണ്ടി സമ്മതിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അബി മുടക്കമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ട് അവൾക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അബിയെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനയും അതേപോലെ അനിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അനിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ആകെ നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് വരികയാണ്. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ അവൾ വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അനിയോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര സുഖമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കാം, അവനവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാം, പെണ്ണുങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകണം, അപ്പോൾ നമ്മളെ കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ വെച്ച് സ്റ്റോപ്പായി പോവുകയാണ്. പിന്നെ ഇപ്പോൾ അതേപോലെ എൻ്റെ കല്യാണം നടന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ കൂടെയാണ്, പിന്നെ അതും അതേപോലെ ചേച്ചിയുടെ കല്യാണമൊക്കെ വന്ന് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അനിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇടത്തി എന്തിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് നേരെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എനിക്കൊരു പാഴ്സൽ വരാനുണ്ട്, അപ്പോൾ അതും കാത്ത് ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, വീണ്ടും പാഴ്സലോ, നീ എന്തോരം പാഴ്സലോ അല്ലെങ്കിൽ തന്നെ വാങ്ങിച്ചു വെച്ചത്, ഇതിപ്പോൾ എത്ര രൂപയുടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ഇത് അത്ര വലിയ രൂപയുടെ ഒന്നുമില്ല, 2 ഡ്രസ്സാണ് ആകെ ഓർഡർ ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോഡലിങ്ങിനൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ഷോർട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആകർഷകമായിട്ടൊക്കെ ഇരിക്കുള്ളൂ, അതുകൊണ്ട് ഷോർട്ട് ഡ്രസ്സുകളാണ് ഓർഡർ ചെയ്തതെന്ന് പറയണം. എന്നിട്ട് അപ്പിയോട് പറയുന്നത്, നീ ഈ ഒരു പാഴ്സൽ വാങ്ങിച്ചോളൂ എന്നും കൂടി പറഞ്ഞിട്ട് നവ്യക്കത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അബിക്കൊരു ഫോൺ വരികയാണ്. അപ്പോൾ അബി മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് ആ പാഴ്സലുകാരൻ വരുന്നത്. ആ സമയത്തേക്ക് ജാനകി വരുന്നുണ്ട്. അപ്പോൾ പാഴ്സൽ കൈപ്പറ്റുന്ന ജാനകിയാണ്. അപ്പോൾ പാഴ്സലൊക്കെ കൈപ്പറ്റിയ സമയത്ത് അബി അങ്ങോട്ട് ചെല്ലാണ്. അപ്പോൾ പറയുന്നുണ്ട്, അബി നിനക്കുള്ള പാഴ്സലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, തുറന്ന് നോക്കിക്കൊള്ളാനായിട്ട് ജാനകിയോട് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ഇത് തുറന്ന് പകുതി എത്തുമ്പോഴേക്കും അവിടേക്ക് നവ്യ ഓടി വരികയാണ്. അപ്പോൾ അബി വിചാരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യോടെ ജാനകി ഇത് പിടിച്ചു കഴിഞ്ഞാൽ അതോടെ ഒരു ഇഷ്യൂ ആവും, അതിൻ്റെ പേരിൽ എങ്ങനെ നവ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്രമം പാളിപ്പോയി. അങ്ങനെ നവ്യ വന്നിട്ട് അത് എനിക്കുള്ള പാഴ്സലാണെന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചുകൊണ്ട് നേരെ അകത്തോട്ട് പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നയനയുടെ ഫോണിലേക്ക് പവിത്ര വിളിക്കുന്നുണ്ട്. അപ്പോൾ പവിത്ര വിളിച്ചിട്ട് പറയുന്നുണ്ട്, മാഡം ഞാൻ എത്രയൊക്കെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടും സാറിന് അതൊരു താല്പര്യമാവുന്നില്ല. അന്ന് വരച്ച പോലത്തെ ഡിസൈൻസൊക്കെ വേണമെന്നാണ്, വെറൈറ്റി ഡിസൈൻസൊക്കെ വേണമെന്നാണ് പറയുന്നത്. എനിക്ക് നാളേക്കുള്ളിൽ തന്നെ നല്ല ഡിസൈൻസൊക്കെ എനിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പണി പോവും. അപ്പോൾ മാഡം പറഞ്ഞിരുന്നല്ലോ ഇവിടെ വന്നിരുന്നപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുകയാണ്. ആ സമയമാണ് നയനയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. അപ്പോൾ പറയുകയാണ് പവിത്രയുടെ അടുത്ത്, ഞാൻ നിനക്ക് ഡിസൈൻസൊക്കെ വരച്ച് തരാം, രാത്രി ഇവിടെ നിന്ന് വരച്ച് കഴിഞ്ഞിട്ട് നിനക്ക് സെൻഡ് ചെയ്തൊക്കെ തരാം, പക്ഷേ ഞാൻ ചെയ്യുന്ന ആ ഒരു പണിക്ക് എനിക്ക് കൂലി കിട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ പവിത്ര ചോദിക്കുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്നത് തന്നെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് മാഡമൊക്കെ അല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ശമ്പളം തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് അതിൻ്റേതായൊരു വാല്യൂ കിട്ടണം, അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഡിസൈനിന് എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് പവിത്ര എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഔട്ട് സൈഡിൽ നിന്നുള്ള സോഴ്സിൽ നിന്നൊക്കെ വല്ല ഡിസൈൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ല അതിനുള്ള പൈസ കൊടുക്കാനുള്ള ഒരു പെർമിഷൻ നമ്മുടെ കമ്പനിയിലുണ്ട്, അപ്പോൾ ഞാൻ മാഡത്തിനുള്ള പൈസ ഞാൻ തരാമെന്നുള്ളൊരു കാര്യം പവിത്ര പറയുകയാണ്. അപ്പോൾ രാത്രി തന്നെ ഞാൻ ഡിസൈൻ വരച്ചിട്ട് നിനക്ക് തരാമെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ആ സമയം നയന മനസ്സിലാലോചിക്കുന്നത്, ഇങ്ങനെ പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വേണ്ട പൈസ എനിക്ക് തന്നെ സമ്പാദിക്കാനായിട്ട് പറ്റപ്പോൾ വേറെ ആരോടും ചോദിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, അങ്ങനെ ഒരു ഐഡിയയിലേക്കാണ് നമ്മുടെ നയന എത്തിയിരിക്കുന്നത്. അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അവൾ ഇങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവളാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം ആദർശിന് അറിയത്തുമില്ല. പവിത്രയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പവിത്രയ്ക്കാണ് ആ ക്രെഡിറ്റ്സ് മുഴുവൻ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ലൈക്ക് ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബായ്.